ഗസ കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. റഫ നഗരത്തിൽ കരയുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ മാനുഷിക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് പരിമിതമായ കരയുദ്ധത്തിന് ശേഷം അവിടുന്ന് സൈനിക നടപടി ഏരിയൽ ബോംബിംഗ് ആയിട്ട് കുറയ്ക്കുകയുണ്ടായി. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഒക്ടോബർ 13 തന്നെ ഗസ സിറ്റിയിലേക്ക് സൈനികാക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ബോംബിങ്ങും സൈനിക നടപടിയും നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായി ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചു. അതിൽ കരയുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗസ സിറ്റി എന്ന് പറയുന്നത് ഒരു ചരിത്ര നഗരമാണ്. BC 1500 സ്ഥാപിക്കപ്പെട്ടൊരു നഗരമാണ്. എന്ന് വെച്ചാൽ ഏകദേശം 3500ഓളം വർഷം പഴക്കമുള്ള ഒരു പൈതൃക നഗരമാണ്. അവിടെ 10 ലക്ഷത്തോളം മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. ഗസ സ്ട്രിപ്പിൽ മൊത്തം 23 ലക്ഷം ആണ് അതിൻ്റെ പോപ്പുലേഷൻ. അതിൽ 10 ലക്ഷം ആളുകളും താമസിക്കുന്നത് തലസ്ഥാനമായ ഈ ഗസ സിറ്റിയിലാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ സൈനിക നടപടി വരുന്നത്. ഇതിനു മുമ്പ് നടത്തിയ സൈനിക നടപടികളുടെ ഭാഗമായി 7 തവണ അവിടുത്തെ പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിന് വിധേയമായി. എന്ന് വെച്ചാൽ തെക്കൻ ഭാഗത്തേക്ക് പോകുക, വടക്കൻ ഭാഗത്തേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഫ്യുവൽ ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അധികം ആളുകളും കഴുത വലിക്കുന്ന വണ്ടികൾ, അതുപോലെ ഈ പശുക്കളും കാളയൊക്കെ വലിക്കുന്ന വണ്ടികളിലാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യർ വീട്ടിലെ സകല സാമഗ്രികളും എടുത്ത് പ്രായമായ അവരുടെ മാതാപിതാക്കളെയും ഒക്കെയായി പലായനം ചെയ്യുന്നത്. ഈ പലായനം തന്നെ വലിയ തരത്തിൽ പ്രായമായ ആളുകൾക്കും കിടപ്പ് രോഗികളുടെയും ഒക്കെ പെട്ടെന്നുള്ള മരണത്തിനും കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ സമ്പൂർണ്ണമായ പലായനം. ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ഇതിനകം പലായനം ചെയ്ത് കഴിഞ്ഞു. അവിടെ അവശേഷിക്കുന്ന മനുഷ്യർക്ക് 7 ലക്ഷത്തോളം ആളുകൾ അവിടെ ഉണ്ടാവും. അവർക്കും അതിജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കാരണം കെട്ടിടങ്ങൾ ഏറെക്കുറെ നിലംപരിശായിരിക്കുന്നു. ജലവിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മെഡിക്കൽ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന യാതൊരു ഭൗതിക സൗകര്യങ്ങളും ഇന്ന് ഗസയിലില്ല. അപ്പോൾ ബാക്കി പോപ്പുലേഷനും അധികം താമസിയാതെ തന്നെ അവിടുന്ന് റീപ്ലേസ് ചെയ്യേണ്ടവർ, അവിടുന്ന് മാറേണ്ടവരും, അഭയാർത്ഥികളായി പോകുന്ന ആളുകൾക്കും ഒരു സൗകര്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവിടേക്ക് ആവശ്യത്തിന് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല. എന്നൊരു കുടിവെള്ളത്തിൻ്റെ കുറവാണ് അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഭക്ഷണമില്ല, കുടിവെള്ളമില്ല. താമസിക്കുന്നത് ഈ ഭീകരമായ ചൂടിനകത്ത് ടെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ അക്ഷരാർത്ഥത്തിൽ ഗസ സിറ്റിയും ഗസയുടെ മറ്റു ഭാഗങ്ങളും കത്തുകയാണ്. ഈ പലസ്തീൻ അധിനിവേശം ലോകരാജ്യങ്ങൾ മുഴുവൻ വിമർശിക്കുമ്പോൾ പോലും ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടം ഇസ്രായേലിലുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ഇപ്പം ഒക്ടോബർ 7 1200 ആളുകളുടെ കൊലപാതകത്തിനും 251 ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതിലും കലാശിച്ച ഹമാസിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തോടുള്ള കഠിനമായ പ്രതികാരമെന്ന നിലയിലാണ് ഇസ്രായേൽ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു മാസ് പണിഷ്മെൻറ്റ്, കളക്റ്റീവ് പണിഷ്മെൻറ്റ് ലോക ചരിത്രത്തിൽ മനുഷ്യൻ ഒരു സാംസ്കാരിക ജീവിയായി സംസ്കൃതി ഉദയം ചെയ്തതിന് ശേഷം നമ്മൾ പാലിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സായുധ സംഘം അവർ തീവ്രവാദികളായിട്ടാണ്, ടെററിസ്റ്റുകളായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. കുഴപ്പമില്ല. അവർ ഒരു അതിക്രമം നടത്തിക്കഴിഞ്ഞാൽ ഹമാസിനെതിരെ നടപടി സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഗസയിലെ 23 ലക്ഷം ആളുകളെയും ശിക്ഷിക്കുക എന്ന സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അതാണ് കളക്റ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ കളക്റ്റീവ് പണിഷ്മെൻറ്റ് 21-ാം നൂറ്റാണ്ടിൽ നേരിട്ട് ക്യാമറയുടെ മുന്നിലാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇപ്പം റഖൈൻ മേഖലയിലൊക്കെയുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളൊന്നും അധികവും ഈ മീഡിയ കവറേജിൽ വരുന്നില്ല. പക്ഷേ ഇത് നേരിട്ട് ലോകത്തിലുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഘട്ടത്തിൽ നേരിട്ട് മീഡിയയുടെ മുന്നിൽ ഇത്തരത്തിലൊരു ജിനോസൈഡ് നടത്താൻ ഇസ്രായേലിന് കഴിയുന്നു എന്നുള്ളത് അത്യന്തം അപലപനീയമായ കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിനകം അവിടെ 224 ജേർണലിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടു. 224 ജേർണലിസ്റ്റുകൾ അവിടെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ക്ഷേമപ്രവർത്തകർ,
മാനുഷിക സഹായം വിതരണം ചെയ്യുന്നവർ, അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, ഈ ഗണത്തിൽപ്പെടുന്ന 250-ലധികം ആളുകൾ ഇതിനകം കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ മീഡിയ പ്രവർത്തകരും മാനുഷിക സഹായം എത്തിക്കുന്നവരും ഡോക്ടർമാരും അതുപോലെ എല്ലാവരും, ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളും ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ഈ ബന്ദികളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ചില ലക്ഷ്യങ്ങൾ കൂടി ഇസ്രായേലിനുണ്ട്. തീർച്ചയായിട്ടുമുണ്ട്. കാരണം ബന്ദികളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് അർത്ഥപൂർണമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ചിത്രം. യഥാർത്ഥത്തിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അടിയന്തര വെടിനിർത്തലും സൈനിക നടപടികൾ മറ്റു രൂപത്തിലേക്ക് അവസാനിപ്പിക്കുന്നതിലൊക്കെ ചുരുങ്ങിയിരിക്കുക. യഥാർത്ഥത്തിൽ ഈ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നതാണ് സൂചന. അപ്പോൾ ബന്ദികളൊരു വിഷയമല്ല. ഇപ്പോൾ തന്നെ IDF നൽകുന്ന കണക്ക് പ്രകാരം 29 ബന്ദികളാണ് അവരുടെ കയ്യിലുള്ളത്. അതുപോലെ 22 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡെഡ് ബോഡിയും ഹമാസിൻ്റെ നിയന്ത്രണത്തിലുണ്ട്. അപ്പോൾ ആ ഡെഡ് ബോഡിയും നിലവിൽ ജീവനോട് ഇരിക്കുന്ന 29 പേരെയും കിട്ടണമെന്നാണ്. പക്ഷേ ഹമാസിൻ്റെ ചില റിപ്പോർട്ടുകൾ പറയുന്ന 18 ബന്ദികൾ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് കരുതുന്നത്. ഏതായാലും നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് ഏകപക്ഷീയമായി ഈ ബന്ദികളെ വിട്ടയക്കണം എന്നുള്ളതാണ്. കാരണം ഒരു സംഘർഷത്തിൽ നിൽക്കുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ടേബിളിൽ ചർച്ച ചെയ്ത് അവിടെ വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ബന്ദികളുടെ മോചനവും വെടിനിർത്തലും പ്രശ്നപരിഹാരത്തിലേക്കൊക്കെ നീങ്ങേണ്ടത്. അപ്പോൾ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കില്ല, വെടിനിർത്തൽ ഇല്ല, ഗസ സംഘർഷത്തിന് പരിഹാരമില്ല, ഇതൊന്നും ചെയ്യാൻ ഇസ്രായേൽ തയ്യാറല്ല. പക്ഷേ ഹമാസ് ഏകപക്ഷീയമായി ബന്ദികളെ വിട്ടയക്കണം, ഏകപക്ഷീയമായി ഡിസാം ചെയ്യണം, അവർ സ്വയം നിരായുധീകരിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് സ്വയം നിരായുധീകരിക്കണം എന്നാണ്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സംഘം, അപ്പോൾ 2007 മുതൽ ഗസ ഭരിക്കുന്ന ഒരു റൂളിംഗ് പാർട്ടി കൂടിയാണ് ഹമാസ്. അപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ യുദ്ധം തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേൽ ഒരു ശക്തമായ രാജ്യമാണ്. അവരെടുക്കുന്ന തീവ്ര സൈനിസ്റ്റ് നിലപാടുകളാണ് ഇപ്പോൾ യുദ്ധം എന്ന വാക്കൊന്നും ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ അർത്ഥത്തിലുമുള്ള ജിനോസൈഡാണ്. അവിടെ ജിനോസൈഡ്, കളക്റ്റീവ് പണിഷ്മെൻറ്റ് ആൻഡ് ജിനോസൈഡ്. അവിടെ സാധാരണക്കാരായ മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ 80% കൊല ചെയ്യപ്പെട്ട ആളുകൾ സാധാരണക്കാരായ ആളുകൾ, സിവിലിയൻസാണ്. അതിൽ തന്നെ മഹാഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളുമാണ്. ഇപ്പോൾ മുൻ സൈനിക മേധാവി തന്നെ പറഞ്ഞത് 2 ലക്ഷത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഗസയിലുള്ള അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നത് 64,828 ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 1,62,000 ആളുകൾ മാരകമായി മുറിവേറ്റിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മാരകമായി മുറിവേറ്റവരൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. അവിടെ ഒരു ചികിത്സാ സംവിധാനവുമില്ല. മാത്രമല്ല എത്രയോ ആളുകൾ തകർന്ന കെട്ടിടത്തിനകത്തുണ്ടാവാം, ആ കണക്കുകൾ ലഭ്യമല്ല. അപ്പോൾ എന്തായാലും 2 ലക്ഷത്തോളം ആളുകളൊക്കെ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ലോകത്തിനത് തടയാൻ കഴിയുന്നില്ല. കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, കൂടുതൽ ബോംബിംഗ് ഉണ്ടാവുന്നു, കരയുദ്ധമുണ്ടാവുന്നു. അത് ഗസ സിറ്റി എന്ന നഗരത്തിൽ മാത്രം 10 ലക്ഷമാണ് പോപ്പുലേഷൻ. അവിടെ ഇനി ഒരു കൂട്ട മരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അപ്പോൾ ഇസ്രായേൽ അത് നിർത്താൻ തയ്യാറാകുന്നില്ല, അമേരിക്ക അതിന് പിന്തുണ കൊടുക്കുന്നു, ലോകരാഷ്ട്രങ്ങൾ UNOയ്ക്കും ഇത് തടയാൻ കഴിയുന്നില്ല. അങ്ങനെ ഹ്യൂമാനിറ്റി ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഗസ യുദ്ധം നൽകുന്ന സൂചന. അപ്പോൾ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള ന്യായമായ അവകാശവും സ്വന്തം മണ്ണിൽ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ഹമാസിൻ്റെ അവകാശവും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയം പോലുമല്ല. ഇപ്പോൾ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത് ഗസയിലുള്ള 23 ലക്ഷം വരുന്ന സാധാരണ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തണ്ടേ. അതിനെങ്കിലും ഇടപെടാൻ യുണൈറ്റഡ് നേഷൻസിനോ ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങൾക്കോ ജനാധിപത്യത്തിൻ്റെ കാവലാൾ എന്ന് സ്വയം പറയുന്ന ഡെമോക്രാറ്റിക് ഫോറിൻ പോളിസി എന്ന് തങ്ങളുടെ വിദേശ നയത്തെ സ്വയം പുകഴ്ത്തുന്ന അമേരിക്കയ്ക്കോ കഴിയുന്നില്ല, അഥവാ അവർ തയ്യാറാവുന്നില്ല എന്ന സംഘർഷമാണ് യഥാർത്ഥത്തിൽ ലോക ജനതയും നമ്മളും അഭിമുഖീകരിക്കുന്നത്.